ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. പലതരത്തൊന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് അവരെ അവിടുന്ന് വിടുവിച്ചു. രണ്ട് കാര്യങ്ങളാണ് ഈ വചനത്തിൽ നമ്മൾ കാണുക. ഒന്ന്, വചനം സൗഖ്യദായകമാണ്. രണ്ട്, കർത്താവിൻ്റെ വചനം ഒരു വ്യക്തിയെ സകല തിന്മകളിൽ നിന്ന് വിടുവിക്കുന്നുവെന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇന്ന് ഇപ്രകാരമുള്ള ഒരു വചന ശുശ്രൂഷയിലേക്കാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നൈറ്റ് വിജയ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരിക. ഇന്ന് ദൈവവചനം പങ്കുവെക്കാനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട സാബു ആർദോട്ടി ബ്രദറാണ്. അദ്ദേഹം കിങ് ജീസസ് മിനിസ്ട്രി എന്ന ശുശ്രൂഷയുടെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിത്വമാണ്. നമുക്കറിയാം, ഈ കാലയളവിൽ അദ്ദേഹത്തിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വചന ശുശ്രൂഷയിലൂടെ അനേകരെ ദൈവം സൗഖ്യമാക്കുന്നു, അനേകരെ വിടുവിക്കുന്നു. വലിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഘോഷയാത്രയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ ദാസനെയാണ് ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം. ആ വചനത്തിലൂടെ ദൈവം ഇന്ന് നമ്മെ സൗഖ്യപ്പെടുത്തും, നമ്മളെ വിടുവിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെ കഴിഞ്ഞ 10 വർഷത്തോളമായി ഷാലോം ടെലിവിഷനിലൂടെ യേശു ആരിലും വലിയവൻ എന്ന പ്രോഗ്രാം അദ്ദേഹം നയിക്കുന്നു. അതുപോലെ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലൊക്കെയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഈശോ ഇന്ന് നമുക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഹൃദയം തുറന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് ദൈവവചനത്തിൻ്റെ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥനാപൂർവമായിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 77:10. അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് ഞാൻ പറഞ്ഞു. അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മധ്യത്തിൽ പ്രകടമാകണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ കടന്നു വരണം. അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി വന്ന അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അതേ പരിശുദ്ധാത്മ തീ നമ്മുടെ മേൽ ഇറങ്ങി വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുമ്പോൾ നമ്മൾ ശക്തരായിട്ട് മാറും. ആത്മാവ് നമ്മൾ നിറയുമ്പോൾ സഹനങ്ങളെയും ദുഃഖങ്ങളെയും പ്രതിസന്ധികളെയും പരാജയങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് വിജയം നിറഞ്ഞ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. ഉറപ്പായിട്ടും ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കിയ രാത്രിയാണ്. ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും അവരുടെ കുടുംബങ്ങളിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് പോകുക. നിന്റെ സഹനങ്ങളിലേക്ക്, വേദനകളിലേക്ക്, രോഗങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക്, പരാജയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരും. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. ഒരു നിമിഷം നമുക്ക് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ആത്മാവിനെ അയച്ചു ശക്തിപ്പെടുത്തണമേ. ആത്മാവിന്റെ കൃപകളാൽ നിറയ്ക്കണമേ. ദൈവശക്തി ആവരിക്കട്ടെ, ആത്മാവിന്റെ തീറങ്ങട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് ചേർന്ന് പാടാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാ
ചേർന്ന് പാടാം. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ചേർന്ന് പാടാം. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിച്ച് സൗഖ്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും കടന്നു വരാം. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: ധൈര്യമായിരിക്കുക, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ ദൈവം നിന്റെ ദുഃഖമകറ്റി സന്തോഷമേകും. ധൈര്യം അവലംബിക്കുക. കർത്താവ് ശക്തമായ ഒരു വചനമാണ് നമുക്ക് വേണ്ടി നൽകുന്നത്. ധൈര്യമായിരിക്കുക, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ ദൈവം നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകും. ധൈര്യം അവലംബിക്കുക. നിന്റെ ദുഃഖം ഏറ്റെടുക്കുവാൻ, നിന്റെ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ, നിന്റെ പരാജയങ്ങൾ ഏറ്റെടുക്കുവാൻ, നിന്റെ തോൽവികൾ ഏറ്റെടുക്കുവാൻ കർത്താവ് ഈ രാത്രി ഒരുക്കിയിരിക്കുക. ദൈവമായ കർത്താവിൻ്റെ ജീവന്റെ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പോകുക. നിന്റെ മുൻപിൽ അടഞ്ഞ വഴികളും വാതിലുകളും കർത്താവ് തുറക്കാനായിട്ട് പോകുക. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നു. ഇത് അതിശക്തമായ ഒരു വചനമാണ്. ഈ വചനം ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. അടയ്ക്കപ്പെട്ട വഴികൾ, മാർഗങ്ങൾ കർത്താവ് തുറക്കുന്ന അതിശക്തമായൊരു വചനമാണിത്. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്തവണ്ണം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നീ എൻ്റെ വചനം കാത്തു. ഇതാ, ആർക്കും അടയ്ക്കാനാവാത്തവണ്ണം ഒരു വാതിൽ നിന്റെ മുൻപിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ മുൻപിൽ അടഞ്ഞ വഴികള്, വാതിലുകൾ കർത്താവ് തുറക്കാനായിട്ട് പോകുക. നിന്റെ മുൻപിൽ ഇതാ ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ആ വാതിൽ അടയ്ക്കുവാൻ ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും സാധ്യമല്ല. നിന്റെ മുൻപിൽ അടഞ്ഞ സകല വഴികളും വാതിലുകളും തുറന്നുകൊണ്ട് കർത്താവ് നിന്റെ കുടുംബത്തെയും തലമുറകളെയും ഇന്ന് അനുഗ്രഹിക്കാനായിട്ട് പോകുക. ഹല്ലേലൂയ. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിക്കാമോ? എല്ലാവരും ഒന്ന് ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, സ്വർഗം തുറക്കണമേ. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ, അടഞ്ഞ വഴികൾ തുറക്കപ്പെടട്ടെ. ദുഃഖം സന്തോഷമായി മാറട്ടെ, കണ്ണുനീർ ആനന്ദമായിട്ട് മാറട്ടെ. സഹനങ്ങളിൽ സന്തോഷം നിറയ്ക്കണമേ, സഹനങ്ങളിൽ ശക്തി കൊടുക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ ജോബിന്റെ പുസ്തകം, ജോബിനെ നമ്മളെല്ലാവരും ഒത്തിരിയേറെ സഹിച്ച ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്, വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നത്. പക്ഷെ ജോബിന്റെ പുസ്തകത്തിൽ 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എല്ലാ സഹനങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് വലിയ ഒരു അനുഗ്രഹത്തിലേക്ക്
സമൃദ്ധിയിലേക്ക് കടന്നു വന്ന ജോബിനെ കുറിച്ച് പറയുന്നുണ്ട്. സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നുപോയ ജോബിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത അനുഗ്രഹം മുഴുവൻ ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, ഓരോ ക്രൈസ്തവനും തിരിച്ചറിയണം, സഹനങ്ങൾക്കപ്പുറം കർത്താവ് അനുഗ്രഹമൊരുക്കി വെച്ചിട്ടുണ്ട്. നൊമ്പരങ്ങൾക്കപ്പുറം അവിടുന്ന് സന്തോഷമൊരുക്കി വെച്ചിട്ടുണ്ട്. പരാജയങ്ങൾക്കപ്പുറം അവിടുന്ന് വിജയമൊരുക്കി വെച്ചിട്ടുണ്ട്. തോൽവികൾക്കപ്പുറം അവിടുന്ന് ഉയർച്ച ഒരുക്കി വെച്ചിട്ടുണ്ട്. തകർന്ന ജീവിതങ്ങളെ സമൃദ്ധിയിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക് നയിക്കുവാനായിട്ട് യേശുവിന് ഒറ്റ നിമിഷം മതി. ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഉസ് എന്ന ദേശത്തെ, അതൊരു പൗരസ്ത്യ ദേശമാണ്, അവിടുത്തെ ആ സ്ഥലത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ജോബ്. ആ കാലഘട്ടത്തിൽ സമ്പന്നതയുടെ അടയാളമെന്ന് പറയുന്നത് വളർത്തു മൃഗങ്ങളുടെ എണ്ണം അതിൻ്റെ അളവനുസരിച്ചായിരുന്നു. ഇവിടെ പറയുന്നു 7000 ആടുകൾ, 3000 ഒട്ടകങ്ങൾ, 500 ജോഡി കാളകൾ, 500 പെൺകഴുതകൾ, എണ്ണമറ്റ ദാസന്മാർ ജോബിന് ഉണ്ടായിരുന്നു. വലിയ ഒരു സമൃദ്ധിയെക്കുറിച്ച് ഇവിടെ വചനത്തിൽ സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു ധാരാളം ദാസന്മാര്, ജീവിത പങ്കാളി, മക്കള് എല്ലാം ഉണ്ടായിരുന്നു. 5-ാമത്തെ വചനത്തിൽ ജോബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു നല്ല പിതാവിൻ്റെ കടമ നിർവഹിച്ച ഒരു വ്യക്തിയാണ് ജോബ്. തൻ്റെ മക്കള് അവരുടെ വീടുകളിൽ ഒന്നിച്ചു ചേർന്ന് സൽക്കാരങ്ങൾ നടത്തുമായിരുന്നു. ജോബ് ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ മക്കൾ ഇങ്ങനെ സൽക്കാരമൊക്കെ നടത്തി, അല്ല ഏതെങ്കിലുമൊക്കെ പാപത്തിൽ വീണിട്ടുണ്ടാവാം, അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ, അവർ വിശുദ്ധീകരിക്കപ്പെടുവാൻ ജോബ് അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുമായിരുന്നു. സ്വന്തം മക്കളുടെ പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിച്ച് അവർക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുന്ന ഒരു അപ്പനെയാണ് ഇവിടെ നമ്മൾ വചനത്തിൽ കാണുന്നത്. എത്ര നല്ല പിതാവാണ്! വലിയ സമ്പന്നനായ പിതാവ്, ദൈവ ഭയമുള്ള വ്യക്തിയായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, സത്യസന്ധനായിരുന്നു. ഇതൊക്കെ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. തൻ്റെ മക്കള് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധി ക്ഷമിക്കപ്പെടാൻ വേണ്ടി ദഹന ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ. ഓരോ അപ്പൻ്റെയും മനസ്സ് ഇതാവണം. മക്കള് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി ഓരോ അപ്പനും ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടവർ തന്നെയാണ്. ഓരോ അമ്മയ്ക്കും ആ കടമയുണ്ട്. തുടർന്ന് നമ്മൾ വായിക്കുന്നു, ഒരു ദിവസം ഇതാ പിശാച് ജോബിനെ ഒന്ന് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുക. ദൈവസന്നിധിയിൽ അനുവാദം വാങ്ങി ജോബിൻ്റെ ജീവിതത്തിൽ പരീക്ഷണം ആരംഭിക്കുകയാണ്. ജോബിൻ്റെ സമ്പത്ത് മുഴുവൻ തകർക്കപ്പെടുന്നൊരു പരീക്ഷണമാണ് ആദ്യം ഉണ്ടാകുന്നത്. സാത്താൻ പറയുന്നു, അവൻ്റെ സമ്പത്ത് തകർന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ നിന്നെ ദുഷിക്കും. അതിന് ദൈവം അനുവാദം കൊടുത്തു. ജോബിൻ്റെ സമ്പത്ത് തകർക്കുവാനായിട്ട് പിശാച് അതിൻ്റെ തുടക്കമിട്ടു. വലിയ സമൃദ്ധിയിലേക്ക് സാത്താൻ ഇടപെടുകയാണ്. നമ്മൾ തിരിച്ചറിയണം, അനേക വ്യക്തിയുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടായതിൻ്റെ പിന്നിൽ സാത്താൻ്റെ കടന്നുവരവുണ്ട്. സാത്താൻ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? നമ്മുടെ ബിസിനസ്സിൽ, സാമ്പത്തിക മേഖലയിൽ, കുടുംബ ജീവിതത്തിൽ സാത്താൻ എങ്ങനെയാണ് കടന്നു വരുന്നത്? പാപം സംഭവിക്കുമ്പോൾ, തിന്മയുടെ ശക്തികൾക്ക് കടന്നു വരാൻ അനുവാദം കൊടുക്കുമ്പോൾ, അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ, നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റു ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ, മറ്റു തിന്മയുടെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, ആഭിചാര കർമ്മങ്ങൾ, ക്ഷുദ്രങ്ങൾ, അങ്ങനെ പലതും ചെയ്യുന്ന ക്രൈസ്തവരുണ്ട്. ഇതിൻ്റെ പിന്നാലെ കടന്നു പോകുമ്പോൾ സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആധിപത്യം ഏറ്റെടുക്കുകയാണ്. ഇവിടെ സാത്താൻ്റെ ഒരു കടന്നുവരവ് ജോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു.
ജോബ് നീതിമാനായിരുന്നു. ഇത് ദൈവം അനുവദിച്ചിട്ട് ജോബിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടമാണ്. ജോബിൻ്റെ ജീവിതത്തിൽ ഇതാ സഹനങ്ങൾക്ക് ആരംഭമിട്ട് കഴിഞ്ഞു. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി മൃഗങ്ങളെ ദഹിപ്പിച്ചു കളയുന്നു. ഷേബക്കാർ വന്ന് ജോലിക്കാരെ കൊന്ന് ഒട്ടകങ്ങൾ പിടിച്ചെടുക്കുന്നു. കൽദായർ വന്നിട്ട് ജോലിക്കാരെ കൊന്ന് കാളുകളെ കൊണ്ടുപോകുന്നു. എല്ലാം നശിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഒരു വ്യക്തി ഓടി വന്നിട്ട് ജോബിനോട് പറയുകയാണ്, നിന്റെ മക്കള് മൂത്ത സഹോദരന്റെ വീട്ടിൽ സൽക്കാരവേളയിലായിരുന്നു. അപ്പോൾ ശക്തമായ ഒരു ചുഴലിക്കാറ്റടിച്ചു, വീട് വീണു, നിന്റെ മക്കളെല്ലാവരും നശിച്ചിരിക്കുന്നു, അവരെല്ലാം മരിച്ചിരിക്കുന്നു. ജോബ് ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ നഗ്നനായിട്ട് വന്നു, ഞാൻ നഗ്നനായിട്ട് കടന്നു പോകും, എൻ്റെ ദൈവത്തിന് മഹത്വം. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജോബിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എനിക്ക് വളരെ പരിചയമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ 8 വയസ്സുള്ള കുഞ്ഞ്, ഒരേ ഒരു മകനേ ഉള്ളൂ, വെള്ളത്തിൽ വീണ് മരിച്ചു. നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബം. ആ കുഞ്ഞിൻ്റെ മരണം അമ്മയ്ക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായിരുന്നു. വർഷങ്ങൾ കാത്തിരുന്നുണ്ടായ ഒരു കുഞ്ഞ്. ഈ കുഞ്ഞ് വെള്ളത്തിൽ വീണ് മരിച്ചു കഴിഞ്ഞ് അതിനുശേഷം ഈ പിതാവിനോട് പറയുകയാണ്, എൻ്റെ കുഞ്ഞ് മരിച്ചതോർത്ത് എനിക്ക് സങ്കടമില്ല, ഉറപ്പുണ്ട് ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, എൻ്റെ കുഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. ഇത് പറയുമ്പോൾ ജീവിത പങ്കാളി കരയുക. പ്രസവിച്ച ഒരമ്മയുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിതത്തിൽ എന്തു നഷ്ടപ്പെട്ടാലും എന്തൊക്കെ സഹനങ്ങൾ വന്നാലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആത്മചൈതന്യമുള്ള ആത്മാഭിഷേകമുള്ള വ്യക്തികൾ ധാരാളമായിട്ടുണ്ട്. പ്രാർത്ഥനയുള്ളവര് ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും കടന്നു വരുന്നില്ല. സഹനങ്ങളോ തകർച്ചകളോ പരാജയങ്ങളോ രോഗങ്ങളോ എന്തുമാവട്ടെ, എല്ലാം എൻ്റെ ദൈവം അറിഞ്ഞു സംഭവിക്കുന്നതാണ്. ജോബും അത് തന്നെയാണ് പറയുന്നത്, എല്ലാം എനിക്ക് ദൈവം ദാനമായിട്ട് നൽകിയതാ, എൻ്റെ ദൈവത്തിന് മഹത്വം. ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ജോബിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഇതങ്ങോട്ട് അംഗീകരിക്കാൻ സാധിച്ചില്ല. ഒരിക്കലും ജോബിൻ്റെ ഭാര്യയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. പ്രസവിച്ച ഒരമ്മയ്ക്ക് തൻ്റെ മക്കളെല്ലാവരും ഒറ്റയടിക്ക് മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരമ്മയ്ക്കത് താങ്ങാനാവില്ല. അമ്മ പറയുന്നു, നമുക്ക് എന്തിനാ ഇങ്ങനെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്? ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നമുക്ക് മരിക്കാം, ആത്മഹത്യ ചെയ്യാമെന്ന് പറയുന്ന ജോബിൻ്റെ ഭാര്യ. ഒരമ്മയുടെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ മുഴുവൻ ആ വാക്കിൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് മരിക്കാം. അപ്പോഴും ജോബ് ശാന്തനായിട്ട് പറയാണ്, നീ ഭോഷത്വം പറയുന്നു, ദൈവം നമുക്ക് എന്തെല്ലാം നന്മകൾ നൽകി, ഇതെല്ലാം ദൈവം തന്ന നന്മകളല്ലേ, ഈ ദൈവത്തെ നമുക്ക് ദുഷിക്കാനോ ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അപ്പോഴും ദൈവത്തെ ദുഷിക്കാതെ, മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തയ്യാറാവാതെ, നഷ്ടങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭാര്യയെ ബലപ്പെടുത്തുന്ന ജോബിനെയാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, ഈ ജോബിൻ്റെ ശരീരത്തിന് മുഴുവന് വ്രണങ്ങൾ നിറഞ്ഞു. കുഷ്ഠരോഗം പോലുള്ള വ്രണങ്ങൾ, ശരീരമെല്ലാം പഴുത്തു ദുർഗന്ധം വമിക്കുക. ഭാര്യയ്ക്കത് സഹിക്കാൻ പറ്റിയില്ല. ജോബിൻ്റെ സ്നേഹിതന്മാരൊക്കെ മനസ്സ് ചിന്തിച്ചു, ഈ ജോബ് എന്തോ പാപങ്ങൾ രഹസ്യമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ജോബിനെ തെറ്റിദ്ധരിച്ചു, ജോബിനെ ഉപേക്ഷിച്ച മട്ടായി. ഈ അവസ്ഥയിലൂടെ ജോബ് കടന്നു പോകുമ്പോഴും തൻ്റെ ദൈവത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തി. വ്രണങ്ങളിൽ ഓടിൻ്റെ കഷ്ണങ്ങൾ ചുരണ്ടിക്കൊണ്ടിരിക്കുക. ഒരു മനുഷ്യനും അടുത്തു വരാൻ പറ്റുന്നില്ല. ദുർഗന്ധം വമിക്കുന്ന ശരീരം. ഈ അവസ്ഥയിൽ കഴിയുന്ന ജോബ് തൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു. ആകെ കൂടെയുള്ളത് ഭാര്യ. ആ ഭാര്യയുടെ വിശ്വാസം കൂടി നഷ്ടപ്പെട്ട അവസ്ഥയിൽ കടന്നു പോവുക. ഞാൻ ഓർക്കാണ്,
ഏതാനും വർഷം മുൻപ് നമ്മുടെ ഒരു ധ്യാനം നടക്കുമ്പോൾ കാഞ്ഞിരപ്പള്ളിക്കാരൻ ഒരു സഹോദരൻ ധ്യാനത്തിന് കടന്നു വന്നു. ഞായറാഴ്ച ധ്യാനം തുടങ്ങുകയാ. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വ്യക്തി എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നു, ആ മകൻ എന്നോട് പറയുകയാണ്, ബ്രദറെ, ഈ ധ്യാനത്തിൽ ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അതിൻ്റെ കാരണം ഇതാണ്, ആ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ സോറിയാസിസാ. വർഷങ്ങളായിട്ട് സോറിയാസിസിൻ്റെ വ്രണങ്ങളാ. തല നിറച്ച് ശരീരം മുഴുവൻ വ്രണങ്ങൾ നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ശരീരം. അടുത്തു നിൽക്കുമ്പോൾ ഒരു ചീഞ്ഞ മണമുണ്ട്. ആ മനുഷ്യൻ പറയുക, ഞാൻ പല ധ്യാനം കൂടി പ്രാർത്ഥിച്ചു, ഞാൻ മടുത്തു ജീവിതം, ഇതെൻ്റെ അവസാനത്തെ ധ്യാനമാണ്. ഈ ധ്യാനത്തിൽ എനിക്ക് സൗഖ്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാൻ അമ്മങ്ങനെ പിടിച്ചിരുത്തി കുറേ നേരം സംസാരിച്ചു. അമ്മങ്ങനെ ശിരസിൽ കരങ്ങൾ വെച്ചു. കൈവയ്ക്കുമ്പോൾ തലയിലൊക്കെ വ്രണമാണ് കേട്ടോ. ആ തലയിലോട്ട് കൈവച്ചു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, സിബി, യേശു നിന്നെ സൗഖ്യമാക്കി എവിടുന്ന് പറഞ്ഞയക്കത്തുള്ളൂ. ആ ധ്യാനത്തിൻ്റെ സമാപന ദിവസം ആത്മാഭിഷേക പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ മകൻ്റെ അടുക്കൽ വന്നു. ശരീരം കാണിച്ചു. ശരീര വ്രണങ്ങളൊക്കെ കരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ദൈവം ഒരു അത്ഭുതം ചെയ്യുക. പിറ്റേ മാസം ഈ മകൻ ഇവിടെ സാക്ഷ്യം പറയാമെന്ന് നമ്മുടെ ധ്യാനത്തിൽ. ശരീരത്തിലെ സോറിയാസിസ് വ്രണങ്ങൾ മുഴുവൻ കരിഞ്ഞിരിക്കുന്നു. വർഷങ്ങളായിട്ട് അനുഭവിച്ച ആ രോഗപീഠ കർത്താവ് സൗഖ്യമാക്കി. അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. ഈ രാത്രി അനേകം രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ പോകുക. ബന്ധിതർക്ക് വിടുതൽ കിട്ടാൻ പോകുക. ശാപത്തിൻ്റെ ദുഃഖങ്ങൾ തകർക്കപ്പെടും. അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഈ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാ. ഈ രാത്രി അത്ഭുതത്തിൻ്റെ രാത്രിയാ. ഓരോ വ്യക്തിയും ഓരോ കുടുംബങ്ങളും സൗഖ്യത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, രക്ഷയിലേക്ക്, വിടുതലിലേക്ക് കടന്നു വരാൻ പോകുക. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരും. യേശു ഇന്ന് നിന്നെ തൊടും. ഉറപ്പായത്, ഇതിന് മാറ്റമില്ല. ജീവനുള്ള അവൻ്റെ വചനം അയച്ചുകൊണ്ട് യേശു നിനക്ക് വേണ്ടി വൻ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് പോകുക. ഹബക്കൂക്ക് 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം പറയുന്നു, ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി. ഒരു പ്രവൃത്തിയല്ല, 1000 പ്രവൃത്തികൾ ഈ രാത്രി നിന്റെ ദൈവം, ജീവിക്കുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തു ചെയ്യാനായിട്ട് പോകുക. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമുയർത്തി പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അനുഗ്രഹം പെരുമഴ പോലെ പെയ്യട്ടെ. പാപത്തിന്റെ ബന്ധനം അഴിയട്ടെ. തീരാ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. കടഭാരങ്ങളും തകർച്ചകളും പാപദുശീലങ്ങളും ആസക്തികളും വിട്ടുമാറട്ടെ. ദൈവജനം വിടുതൽ പ്രാപിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിന്നീട് അനേകം ധ്യാനങ്ങളിലും കൺവെൻഷനിലും ഈ സിബി വന്ന് കിട്ടിയ സൗഖ്യം സാക്ഷ്യപ്പെടുത്തി സന്തോഷമായിട്ട് ഇന്നും ജീവിക്കുന്നു. ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്രയോ വലിയവനാ. നമ്മുടെ കർത്താവ് എത്രയോ സർവശക്തനാ. ഇതാ ജോബിൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് കടന്നു വരികയാണ്. ചിലരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കാറുണ്ട്, ബ്രദറെ, ജീവിതത്തിൽ ഞാൻ എത്രയോ നന്നായിട്ടാണ് ജീവിക്കുന്നത്, മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നും ചെയ്യുന്നില്ല, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എന്നും തകർച്ചകളും പരാജയങ്ങളുമാണ്, സഹനങ്ങളാണ്, എവിടെ തൊട്ടാലും നഷ്ടമാണ്. അങ്ങനെ പറഞ്ഞു വരുന്ന അനേകം മക്കളുണ്ട്. നിങ്ങൾ തിരിച്ചറിയണം, നിന്റെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളും നിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് മാറാനായിട്ട് പോകുക. ജോബിൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 3 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ, ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളുടെ രാവുകളും എനിക്ക് ലഭിച്ചിരിക്കുന്നു. ശൂന്യതയുടെ മാസങ്ങൾ, എവിടെ നോക്കിയാലും ശൂന്യത മാത്രം. സ്നേഹിതരെല്ലാവരും വിട്ടുപിരിഞ്ഞു. ജീവിതത്തിലുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തെ പഴിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ മാത്രമേ കൂടെയുള്ളൂ. ശൂന്യതയുടെ മാസങ്ങൾ,
ദുരിതത്തിൻ്റെ രാവുകൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ ജോബിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ എപ്പോഴാണ് പ്രഭാതമാകുക എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്നാൽ രാത്രി നീണ്ടതാണ്, പ്രഭാതം വരെ ഞാൻ കിടന്ന് ഉരുളുന്നു. കിടക്കുന്ന ജോബിൻ്റെ ചിന്ത ഇതാ, എപ്പോഴൊന്ന് നേരം വെളുക്കും. കഠിനമായ വേദനയിൽ പഴുത്ത ശരീരം, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ജോബിൻ്റെ വേദനയുടെ അനുഭവമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുഴുക്കളും മാലിന്യവും എൻ്റെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്നു. എൻ്റെ തൊലി വിണ്ടുകീറി ചലം ഒലിക്കുന്നു. എൻ്റെ തൊലി വിണ്ടുകീറി ഒലിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥയാണിത്. ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിലോ ചിന്തയിലോ ഒതുങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ ജോബ് കടന്നു പോവുക. ഈ കാലഘട്ടത്തിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചികിത്സ ചെയ്യാമെന്ന് വിചാരിക്കാം. ആ കാലഘട്ടത്തിൽ ചികിത്സയൊന്നുമില്ല. കുഷ്ഠരോഗം അല്ലെങ്കിൽ മാരകമായൊരവസ്ഥയാണെങ്കിൽ എല്ലാവരും വെറുക്കുന്നൊരവസ്ഥയിലൂടെയാണ് ജോബ് കടന്നു പോകുന്നത്. ആർക്കും വേണ്ടാത്തൊരു വ്യക്തി, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യനായിട്ട് ജോബ് മാറുകയാണ്. ജോബിൻ്റെ സമ്പന്നതയിൽ കൂടെ നിന്ന വ്യക്തികളെല്ലാം ജോബിനെ കൈവിട്ടു. ജോബ് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ജോബിൻ്റെ സ്നേഹിതരൊക്കെ ദൈവത്തെ ദുഷിച്ചു. അവരൊക്കെ ദൈവത്തിനെതിരായിട്ട് ചിന്തിക്കുന്നു. ഇതൊക്കെ വിശുദ്ധ ബൈബിളിൽ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എൻ്റെ ദിനങ്ങൾ നെയ്ത്തുകാരൻ്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നു പോകുന്നു, പ്രത്യാശയില്ലാതെ അസ്തമിക്കുന്നു. എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കണമേ. ജോബിൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങൾ ജോബ് പങ്കുവെക്കുകയാണ്. വേദനയുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന ആ മനുഷ്യൻ, ഇതുപോലെ എത്രയോ പേരാണ് വേദനയിൽ കടന്നു പോകുന്നത്. തീരാ രോഗങ്ങൾ, തകർച്ചകൾ, പരാജയങ്ങൾ, ബന്ധനങ്ങളുടെ അടിമത്തത്തിൽ കടന്നു പോകുന്നവർ. ഞാൻ ഓർക്കാണ്, ഒരിക്കലും ധ്യാനിക്കാൻ വന്ന ഒരു പിതാവ് എന്നോട് ചോദിച്ച ഒരു ചോദ്യം. അദ്ദേഹത്തിന് ജനിച്ച 3 മക്കളും 3 ആൺകുട്ടികളാണ്. 3 ആൺകുട്ടികളും ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ. എങ്ങനെ സഹിക്കും ഒരു പിതാവ്? ജനിച്ച 3 കുഞ്ഞുങ്ങളും ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ. ബുദ്ധിയില്ല, കഴിവില്ല, ബഹളം വയ്ക്കുന്ന, അലമുറയിടുന്ന കുട്ടികൾ. ഒരു സമാധാനമില്ല. ഒരു പിതാവിൻ്റെ സങ്കടവാ. ദൈവം എന്തിനാ ഇതെനിക്ക് അനുവദിച്ചത്? സഹനങ്ങൾക്ക് പലപ്പോഴും ഉത്തരം കൊടുക്കാൻ നമുക്കാവില്ല. സഹനത്തിൻ്റെ ഉത്തരം ഇതാണ്: കുരിശിലേക്ക് നോക്കുക, കുരിശിൽ കിടക്കുന്ന യേശുവിലേക്ക് നോക്കുക. സഹനത്തിൻ്റെ ഉത്തരം അവിടെ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഞാൻ ഇന്നും ഓർക്കുന്നു, ആ വ്യക്തി എന്നോട് പറയുക, എൻ്റെ മക്കൾക്ക് ഓട്ടിസം ബാധിച്ച ഈ അവസ്ഥ, ദൈവം എന്തിനാ എനിക്ക് സഹനം അനുവദിച്ചത്? എന്തിനാ ദൈവം എന്നെ കഷ്ടപ്പെടുത്തുന്നത്? അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ ഇതാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആ സഹോദരി പറയുക, ബ്രദറെ, എൻ്റെ കുഞ്ഞുങ്ങൾ 3 ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളാണ്. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ പാപമൊന്നും ചെയ്യുന്നില്ല. ഒരു പാപം ചെയ്യാത്ത, ഒരു തെറ്റും ചെയ്യാത്ത ഓട്ടിസം ബാധിച്ച എൻ്റെ ഈ 3 കുഞ്ഞുങ്ങൾ, അവർ വിശുദ്ധരാ. ഇതൊരമ്മയുടെ സാക്ഷ്യമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. സഹനത്തിൽ നീറുന്ന ഒരമ്മയുടെ നാവിലൂടെ പുറപ്പെട്ട വാക്കായത്. എനിക്ക് ദൈവം തന്നത് 3 വിശുദ്ധരായ കുഞ്ഞുങ്ങളാ, ഒരു പാപവും ചെയ്യാത്ത 3 കുഞ്ഞുങ്ങൾ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, സഹനത്തിൻ്റെ പിൻപിൽ ദൈവം വലിയൊരു അനുഗ്രഹം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ സഹനങ്ങൾക്കപ്പുറം അനുഗ്രഹം നമ്മുടെ മേല്, നമ്മുടെ കുടുംബത്തിൻ്റെ മേല്, തലമുറയുടെ മേൽ കർത്താവ് ചൊരിയാനായിട്ട് പോകുക. സഹനത്തിലൂടെ, ഒത്തിരിയേറെ വേദനയിലൂടെ മനസ്സു തകർന്ന് കടന്നു പോകുന്ന ജോബ് ഒത്തിരിയേറെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഒത്തിരിയേറെ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്ന ജോബിനോട് ദൈവമായ കർത്താവ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ 37:17, തെക്കൻ കാറ്റുകൊണ്ട് ഭൂമി മരവിച്ചിരിക്കുമ്പോൾ നിന്റെ വസ്ത്രങ്ങൾ ചൂട് പിടിച്ചത് എങ്ങനെ? ഒരു കമ്പിളിപ്പതപ്പ് പതച്ചാൽ എങ്ങനെ ചൂട് കിട്ടുന്നത്? നമുക്കൊരു ഉത്തരം കൊടുക്കാനുണ്ടോ? തെക്കൻ കാറ്റുകൊണ്ട് ഭൂമി മരവിച്ചിരിക്കുമ്പോൾ
നിന്റെ വസ്ത്രങ്ങൾ എങ്ങനെയാണ് നിനക്ക് ചൂട് തരുന്നത്? ഒരു ചോദ്യമാണ്. ജോബിന് ഒരു മറുപടിയില്ല. വീണ്ടും ചോദിക്കുന്നു. 38-ാം അധ്യായത്തിൽ കുറേ ചോദ്യമുണ്ട്. 2-3 ഞാൻ വായിക്കാം. പൗരുഷത്തോടെ നീ അരമുറുക്കുക, ഞാൻ നിന്നെ ചോദ്യം ചെയ്യും. നീ ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നമ്മൾ പലപ്പോഴും ജീവിതത്തിൻ്റെ വഴികളിൽ കടന്നു പോകുമ്പോൾ പല അഹങ്കാരികളെയും കണ്ടുമുട്ടിയിട്ടുണ്ട്, ധാർഷ്ട്യമുള്ളവരെ കണ്ടുമുട്ടിയിട്ടുണ്ട്, പൊങ്ങച്ചക്കാരെ കണ്ടുമുട്ടിയിട്ടുണ്ട്, പണത്തിൽ അഹങ്കരിക്കുന്നവരെ കണ്ടുമുട്ടിയിട്ടുണ്ട്, വലിയ വിദ്യാഭ്യാസമുള്ളവർ അതിൽ അഹങ്കരിക്കുന്നവർ ഒക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട്. കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാ, നീ പൗരുഷത്തോടെ അരമുറുക്കിയിട്ട് മറുപടി പറ. ഈ ഭൂമിക്ക് ഞാൻ അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഒരഹങ്കാരിക്കും ഒരു ബുദ്ധിമാനും മറുപടി കൊടുക്കാൻ പറ്റാത്തൊരു ചോദ്യമാ ദൈവമായ കർത്താവ് ചോദിക്കുന്നത്. ഈ അടുത്ത നാളിൽ ഒരു ചെറുപ്പക്കാരനുമായിട്ട് സംസാരിക്കാൻ ഒരു സാഹചര്യമുണ്ട്. 2 ആഴ്ച മുമ്പ് ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. കുമ്പസാരിച്ചിട്ട് ഇപ്പം വർഷങ്ങളായി. പ്രാർത്ഥനയ്ക്ക് കൂടുകയില്ല. ദേവാലയത്തിൽ പോയിട്ട് വർഷങ്ങളായി. ഒരു വിശ്വാസമില്ല. കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ ഉഴപ്പ് കണക്കാണ്. ചില ലഹരിയൊക്കെ കഴിക്കും. അവനുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പല കാര്യങ്ങളും സംസാരിച്ചു. അവൻ പറയുകയാണ്, എനിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാനും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു, നല്ല വിദ്യാഭ്യാസമുണ്ട്, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കിട്ടി എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് വിശ്വാസത്തോടൊന്നും വലിയ താല്പര്യമില്ല. ബൈബിളിൽ ഇതൊക്കെ വെറും കഥയാണ്, ഉൽപ്പത്തി പുസ്തകത്തിലെ കാര്യമൊക്കെ വെറും കഥയാണെന്നൊക്കെ പറഞ്ഞ് കുറേ തന്നെ സംസാരിച്ചു. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ അവനോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ 2 ചോദ്യം ചോദിച്ചു. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന 2 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു. ഒരു ചോദ്യം ഇതാ, നിൻ്റെ കയ്യിൽ ഈ നഖം നിൻ്റെ ജീവിതത്തിൽ നീ എത്ര പ്രാവശ്യം വെട്ടിയിട്ടുണ്ട്? അവൻ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. എനിക്കറിയത്തില്ല. അടുത്ത ചോദ്യം ചോദിച്ചു, നിൻ്റെ കൺപോളകൾ ഇങ്ങനെ അടയുന്നുണ്ടോ? ഒരു ദിവസം എത്ര പ്രാവശ്യം കൺപോളകൾ അടയുന്നുണ്ട് നിനക്ക് പറയാമോ? അറിയത്തില്ല. ഞാൻ പറഞ്ഞു, മോനെ, അഹങ്കരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കർത്താവിലേക്ക് നീ തിരിച്ചു വരണം. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അവന് വേണ്ടി അവൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുപോലെ ധാരാളം ചെറുപ്പക്കാരുടെ ദൈവത്തെ മറന്ന് ജീവിക്കുന്നുണ്ട്. അവർ നിരീശ്വരവാദത്തിലേക്ക്, വായനയും പഠിത്തവും അറിവും ഒക്കെ ബുദ്ധിതലങ്ങളിലേക്ക് പോയിട്ട് അവർ ദൈവത്തെ മാറ്റി നിർത്തി ചിന്തിച്ചു കൊണ്ടിരിക്കുക. ഇവിടെ ജോബിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ഇന്ന് ഈ രാത്രി കർത്താവ് നിങ്ങളോട് ചോദിക്കുക. ഈ ഭൂമിക്ക് ഞാൻ അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഉത്തരം കൊടുക്കാൻ ആരെക്കൊണ്ടെങ്കിലും പറ്റുമോ? പറ്റില്ല. അടുത്ത ചോദ്യം ഇതാണ്, ഇതിൻ്റെ അതിരുകൾ, അളവുകൾ നിശ്ചയിച്ചത് ആരാണ്? വീണ്ടും 12-ാം അധ്യായം, ജീവിതം തുടങ്ങിയതിന് ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണ്ണയിക്കുകയും ചെയ്തിട്ടുണ്ടോ? സൂര്യോദയത്തിന് നീ സ്ഥാനം നിർണ്ണയിച്ചിട്ടുണ്ടോ? പ്രഭാതത്തിന് നീ കൽപ്പന കൊടുത്തിട്ടുണ്ടോ? ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചടക്കാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും ദുഷ്ടരെ അവിടെ ഒളിസങ്കേതങ്ങളിൽ നിന്ന് കുടഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ടോ? കുറേ ചോദ്യമാണ്. സമുദ്രത്തിൻ്റെ ഉറവകളോളം നീ കടന്നു ചെന്നിട്ടുണ്ടോ? ആഴിയുടെ അഗാധങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? മൃത്യുകവാടങ്ങൾ നിനക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? ജോബ് വാവുത്തി. ജോബിന് ഒന്നും ഉണ്ടാനില്ല. നമ്മളെത്ര നിസ്സാരരാണെന്ന് ഈ ചോദ്യങ്ങളിലൂടെ തിരിച്ചറിയണം. അത് നമ്മുടെ ജീവിതത്തിൽ നന്മയും തിന്മയും എല്ലാം ദൈവം അറിഞ്ഞു സംഭവിക്കുന്നതാണ്. സഹനങ്ങൾ, തകർച്ചകൾ, പരാജയങ്ങൾ, തോൽവികൾ, ഇതെല്ലാം ദൈവം അറിഞ്ഞു സംഭവിക്കുന്നതാണ്. ദൈവത്തിന് അറിയാത്ത ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ദൈവം എല്ലാം നന്മയ്ക്കായിട്ട്, അനുഗ്രഹത്തിനായിട്ട് മാറ്റുന്നു. 1 പത്രോസ് 3:9 പറയുന്നു, അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹം അവകാശമാക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. ഓരോ ദൈവ പൈതലിനെയും കർത്താവ് വിളിക്കുന്നു അനുഗ്രഹം അവകാശമാക്കുവാൻ. അനുഗ്രഹം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആത്മീയ നന്മകളും ഭൗതിക നന്മകളും കൃപകളും എല്ലാം ദൈവം നമുക്ക് തരുവാനായിട്ട് കരുതി വെച്ചിരിക്കുകയാണ്. ആര്
അവിടുത്തോട് ചേർന്ന് നടക്കുന്നുവോ, അവിടുത്തെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നുവോ, അവര് ഉറപ്പായിട്ടും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഒരു നിമിഷം കരമുയർത്തിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. സഹനങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും ആത്മധൈര്യവും ആത്മശക്തിയും എനിക്ക് നൽകണമേ. ഹല്ലേലൂയ. സഹനങ്ങളെ ഓർത്ത്, കഷ്ടതകളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രൂശിത രൂപത്തിലേക്ക് നോക്കി, കുരിശിൽ മരിച്ച യേശുവിന്റെ മുറിവിലേക്ക് നോക്കി ഞാൻ നന്ദി പറയുന്നു. സ്തുതിപ്പുയരട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ജോബിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വേഗം കടന്നു വരികയാണ്. 42-ാം അധ്യായം. ജോബിന്റെ സഹനങ്ങൾക്ക് ഒരു വിരാമം ഇട്ടുകൊണ്ട് ജോബിന്റെ കുടുംബത്തെ മുഴുവൻ ദൈവം അനുഗ്രഹിച്ചുയർത്തുന്ന ഒരു വലിയ കാഴ്ച ഈ അധ്യായത്തിൽ കാണുക. ഇന്ന് സാധിക്കുന്നവരൊക്കെ 42-ാം അധ്യായം ജോബിന്റെ പുസ്തകം വായിക്കണം. വായിക്കുമ്പോൾ മനസ്സിലാവും ജോബിന്റെ സഹനങ്ങൾക്കപ്പുറം ദൈവം ജോബിന് വേണ്ടി കരുതി വെച്ച അനുഗ്രഹത്തിൻ്റെ ആ വലിയ സമൃദ്ധി. 42-2 അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങേക്ക് എല്ലാം സാധിക്കുമെന്ന്, അങ്ങയുടെ യാതൊരു ഉദ്ദേശവും ആർക്കും തടയാനാവുകയില്ലെന്ന് ഞാൻ അറിയുന്നു. ഈ സഹനങ്ങളിലൂടെ കടന്നുപോയ ജോബ് വലിയ ഒരു തിരിച്ചറിവിലേക്ക് വരിക. എൻ്റെ ദൈവത്തെ തടയാൻ ആർക്കുമാവില്ല. എൻ്റെ ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടക്കും, നടന്നിരിക്കും എന്ന് വ്യക്തമായിട്ട് ജോബ് തിരിച്ചറിഞ്ഞു. 42-5 അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ പറ്റി കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സഹനത്തിൻ്റെ ഇരുൾ മൂടിയ വഴികളിലൂടെ കടന്നുപോയി ഞാൻ എൻ്റെ ദൈവത്തെ ഇതാ നേരിട്ടിപ്പോൾ കാണുന്നു. സമൃദ്ധിയുടെ നാളുകളിൽ ഒരുപക്ഷെ പൂർണ്ണമായിട്ട് ദൈവത്തെ കണ്ടുമുട്ടാത്ത ജോബ് സഹനത്തിൻ്റെ വേളകളിൽ ദൈവത്തെ കണ്ടുമുട്ടുക. ജോബ് പറയുക, എൻ്റെ കണ്ണുകൾ എൻ്റെ ദൈവത്തെ ഇപ്പോൾ കാണുന്നു, അങ്ങേ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു. നമ്മൾ കണ്ണു തുറന്ന് കുരിശുരൂപത്തിലേക്ക് നോക്കണം. സഹനത്തിൻ്റെ വെളിച്ചം അവിടെ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. സഹനത്തിന് ഒരു ഉത്തരമുണ്ടെങ്കിൽ ആ കുരിശിൽ നിന്ന്, ആ മുറിവേറ്റ ക്രിസ്തുവിൽ നിന്ന് മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തുള്ളൂ. 6-ാം വചനം പറയുന്നു, അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു, പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. 5-ാം വചനം പറയുന്നു, എൻ്റെ ദൈവത്തെ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നു. അപ്പോൾ ദൈവത്തെ കണ്ടപ്പോൾ, ദൈവത്തെ അനുഭവിച്ച് അറിഞ്ഞപ്പോൾ ജോബ് പറയുകയാണ്, ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് ഉരുളുന്നു, ഞാൻ പശ്ചാത്തപിക്കുന്നു. പശ്ചാത്താപത്തിലേക്ക് ജോബ് വരികയാണ്. ജോബ് പറയും, ഞാൻ പശ്ചാത്തപിക്കുന്നു, പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു. ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ജോബ് പശ്ചാത്തപിക്കുകയാണ്. ഹല്ലേലൂയ. അനുതാപം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷം ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അനുതാപത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകണം. പശ്ചാത്തപിക്കുക എന്ന് പറയുന്നത് ധ്യാനം കൂടി അന്നുണ്ടായത് മാത്രമല്ല, ഓരോ ദിവസവും ഹൃദയത്തിൻ്റെ ഉള്ളിൽ പശ്ചാത്താപം ഉണ്ടാവണം. നമ്മൾ ചെയ്ത ചെറുതും വലുതുമായ പാപങ്ങളെ ഓർത്തൊന്ന് കരയുവാൻ, പശ്ചാത്തപിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാവേണ്ടിയിരിക്കുന്നു. ഞാൻ ഓർക്കാണ്, ഒരിക്കൽ ഒരു ധ്യാനം നടക്കുമ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുക്കൽ എന്നെ കാണാനായിട്ട് കയറി വന്നു. അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറാണ്. അദ്ദേഹം വന്ന വഴി മുട്ടയിൽ നിന്നിട്ട് ചാടി എൻ്റെ കാലെ പിടിച്ചു. ഞാൻ പെട്ടെന്ന് പുറകോട്ട് മാറി. ഞാൻ അദ്ദേഹത്തെ പിടിച്ചു എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞ് കസറിയിരുന്നു. ഞാൻ ചോദിച്ചു, ചേട്ടാ എൻ്റെ കാലെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈശോയുടെ കാല് പിടിച്ചാൽ മതി. പിന്നെ അദ്ദേഹം പറയുകയാണ്,
ഞാനൊരു കോളേജ് പ്രൊഫസറാണ്. ആദ്യമായിട്ട് ധ്യാനം കൂടുക. അതിൻ്റെ കാരണമുണ്ട്, വയറ്റിൽ ക്യാൻസർ ബാധിച്ചിരിക്കുക. വൻകുടൽ, ചെറുകുടലൊക്കെ ക്യാൻസർ ബാധയാണ്. ഭാര്യയുണ്ട്, 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. ഒരാൾ ഡോക്ടർ, ഒരാൾ എഞ്ചിനീയർ. ഒരു മകൻ അമേരിക്കയിലാണ്. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുകയാണ്, എനിക്കൊന്നിനും കുറവുണ്ടായിട്ടില്ല. ആ വ്യക്തി പറയുന്ന, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഇതായിരുന്നു, മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലെത്തിക്കുക. 1. 2, ഇഷ്ടം പോലെ സമ്പത്തുണ്ടാക്കുക. എല്ലാം ഉണ്ടായി, മക്കൾ പഠിച്ചു, സമ്പത്തുണ്ടായി, എല്ലാം ഉണ്ടായി. അവസാനം റിട്ടയറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ വയറ്റിൽ ക്യാൻസറും ഉണ്ടായി. മനസ്സ് തകർന്നു പോയി. അപ്പോൾ ആരോ നമ്മുടെ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഭാര്യയും ഭർത്താവും മോളും കൂടി ധ്യാനം കൂടുക. പാപത്തിൻ്റെ ക്ലാസ് കേട്ട മനുഷ്യൻ ആഴമായ പശ്ചാത്താപത്തിലേക്ക് വന്നു. നന്നായിട്ട് കുമ്പസാരിച്ചു. ഒരുങ്ങിയിട്ടാണ് എൻ്റെ അടുക്ക വന്നത്. എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ബ്രദറിൻ്റെ കാലയിലൊന്ന് തൊടാൻ വന്നത് എൻ്റെ ഹൃദയം നിറയെ അഹങ്കാരമായിരുന്നു. എനിക്ക് ഈ വചനോ പാപത്തെക്കുറിച്ചൊന്നും വലിയ ബോധ്യമൊന്നുമില്ലായിരുന്നു. എൻ്റെ അഹങ്കാരം ഒന്ന് കുറയണം, ഒരു നിമിഷം, അതിനുവേണ്ടി കാലയിലും തൊടാൻ വന്നു. ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ കാലെ പിടിച്ചാൽ മതി. ആ മുറിവുള്ള കാല് പിടിച്ച് മാപ്പി ചോദിക്കുക. ഞാൻ കുറച്ചേരം സംസാരിച്ചു. ബ്രദറെ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ആ മകനെ തൊടുകയും ചെയ്തു. ആ ധ്യാനം കഴിഞ്ഞ് മടങ്ങിപ്പോയി. പിറ്റേ മാസം കുടുംബസഹിതം വന്ന് വീണ്ടും ധ്യാനം കൂടി. പിന്നീട് അദ്ദേഹം സാക്ഷ്യം പറയാൻ വന്നു. അത്ഭുതകരമായിട്ട് വയറ്റിലെ ക്യാൻസർ കർത്താവ് സൗഖ്യം നൽകി. ദൈവത്തെ അറിയാതെ ജീവിച്ച മനുഷ്യൻ, സമ്പത്ത്, മക്കള്, ജീവിതം മുഴുവൻ അതായിരുന്നു ലക്ഷ്യം. എല്ലാം തകർത്തുടയ്ക്കുന്ന രീതിയിൽ ഒരു സഹനം കടന്നു വരിക. ക്യാൻസർ എന്ന രോഗം വയറിനെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ദൈവത്തെ തൊടുകയാണ്. അവിടുന്ന് വചനമയച്ചുകൊണ്ട് വിനാശത്തെ വിടുവിച്ചു. തൻ്റെ മുറിവേറ്റ കരം വെച്ചു. ആ മനുഷ്യൻ സൗഖ്യം പ്രാപിക്കുക. 1 പത്രോസ് 2:24, അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കുരിശിലേറി അവൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. ആ സൗഖ്യം ആ മനുഷ്യരുടെ അനേകർ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങള്, ബന്ധുക്കള് എല്ലാവരും ധ്യാനത്തിൽ വന്നു. ഒരു ദേശം മുഴുവൻ ക്രിസ്തുവിനെ അറിയുന്ന അനുഭവം. എല്ലാ ദിവസവും കുടുംബസഹിതം വിശ്രമാനെ പങ്കെടുക്കാൻ തുടങ്ങി. ഒരു കുടുംബം രക്ഷയിലേക്ക് വരാൻ വേണ്ടി ഇതാ ഒരു സഹനം കാരണമായിട്ട് മാറുകയാണ്. ഓരോ സഹനത്തിൻ്റെ പിന്നിൽ ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഒരു കുടുംബത്തിനും ഒരു ദേശത്തിനും മുഴുവൻ അനുഗ്രഹം ദൈവം ഒരുക്കി വയ്ക്കുകയാണ്. സഭയിൽ വിശുദ്ധരായിട്ടുള്ള ചില വ്യക്തികൾ അവർ ജീവിതകാലം മുഴുവൻ സഹിച്ചവരാ. എന്തിനാണ് ആ സഹനം അനുവദിച്ചത്? ആ സഹനത്തിലൂടെ അവര് ജനലക്ഷങ്ങളെ ക്രിസ്തു വേണ്ടി നേടിയെടുത്തു. ഓരോ സഹനത്തിലൂടെയും ആത്മാക്കളെ നേടാനുള്ള ദാഹം കൊണ്ട് ജ്വലിക്കുന്നവരായിരുന്നു വിശുദ്ധന്മാരും വിശുദ്ധകളും. അത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. ചില വ്യക്തികളെ സഹിക്കാൻ വേണ്ടി മാത്രം കർത്താവ് തെരഞ്ഞെടുക്കുന്നു. യോഹന്നാൻ 15:16, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യേശു ചില വ്യക്തികളെ സഹിക്കാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുക്കും. എത്ര പ്രാർത്ഥിച്ചാലും ആ സഹനം മാറത്തില്ല. അത് ദൈവം അനുവദിച്ചിരിക്കുന്ന സഹനമാണ്. മരണം വരെ ആ സഹനം ദൈവം ആ വ്യക്തിക്ക് കൊടുത്തുവെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തിയുമെല്ലാം പരിശുദ്ധാത്മാവിലൂടെ കൊടുത്തുകൊണ്ടിരിക്കും. ആ സഹനത്തിലൂടെ ആത്മാക്കളെ രക്ഷിക്കുക, അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളിലൂടെയും അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി അത് ദൈവം അനുവദിക്കുന്നതാണ്. ഈ സഹനത്തിൻ്റെ അപ്പുറം അനുഗ്രഹം കർത്താവ് കരുതി വച്ചിരിക്കുന്നു. ജോബിലേക്ക് തന്നെ നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. ജോബിൻ്റെ പുസ്തകം 42:8 പറയുന്നു. അതിനു മുമ്പുള്ള വചനത്തിൽ പറയുകയാണ്, ജോബിൻ്റെ കൂട്ടുകാർ എലീഫാസ് അവരുടെ ദൈവം പറയുക, ജോബ് ചിന്തിച്ചതുപോലല്ല നിങ്ങൾ ചിന്തിച്ചത്. നിങ്ങൾ എന്നെക്കുറിച്ച് തെറ്റായിട്ടാണ് ചിന്തിച്ചത്. അതായത് സഹനത്തെക്കുറിച്ച് തെറ്റായിട്ടാണ് നിങ്ങൾ ചിന്തിച്ചത്. ഞാൻ അനുഗ്രഹിക്കാം. ഒരു കണ്ടീഷനുണ്ട്, എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. സഹിക്കുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. സഹിക്കുന്ന മനുഷ്യൻ മുട്ടുമടക്കി കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്വർഗം തുറന്ന് അനുഗ്രഹം വർഷിക്കുന്നത്.
സഹിക്കുന്ന മനുഷ്യന്റെ ആ സഹനത്തിന് വിലയുണ്ട്. സഹിക്കുന്ന മനുഷ്യന്റെ സഹനം, ആ വ്യക്തിയുടെ സഹനം ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അത് വിലയുള്ളതായിട്ട് മാറുകയാണ്. ഈ കാലഘട്ടം COVID-19 വൈറസ് അനേക ലക്ഷം ആളുകളെ കൊന്നൊടുക്കി. ഇന്ന് ലോകം മുഴുവൻ ഒത്തിരിയേറെ സങ്കീർണമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. രോഗങ്ങളും സാമ്പത്തിക തകർച്ചകളും ബിസിനസ് തകർച്ചകളും നഷ്ടങ്ങളും നമുക്കറിയാം. ഫ്ലൈറ്റുകൾ പറക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാ ബിസിനസ്സുകൾ തകർന്നു. ഗൾഫ് രാജ്യങ്ങളിൽ അനേകം ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നു. എല്ലാ മേഖലകളിലും വൻ തകർച്ച. അടുത്ത വർഷം വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടാകുമെന്ന സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നത്. നമ്മൾ തിരിച്ചറിയുക, ലോകം ഇത്രമാത്രം ഒരു സഹനത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരം വ്യക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ മനുഷ്യന്റെ തിന്മ വർദ്ധിച്ചു, പാപം വർദ്ധിച്ചു, ദൈവത്തെ മറന്നു ജീവിക്കുന്നു, അതിക്രമങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചിരിക്കുന്നു. ഇതൊക്കെ ഒരു കാരണം തന്നെയാണ്. ദൈവത്തിലേക്ക് മടങ്ങി വരാനും മാനസാന്തരപ്പെടാനൊക്കെ കർത്താവ് ലോകത്തോട് ആവശ്യപ്പെടുന്നു. അതിൻ്റെ അടയാളങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങൾ എല്ലാം തന്നെ. എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളുടെ ഭോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കില്ല. നിങ്ങൾ എൻ്റെ ദാസനായ ജോബിനെ പോലെ എന്നെപ്പറ്റി ശരിയായി ചിന്തിച്ചില്ല. ജോബ് സഹനങ്ങൾ വന്നപ്പോഴും ദൈവത്തെപ്പറ്റി നല്ലത് ചിന്തിച്ചു, നല്ലത് പറഞ്ഞു. നിങ്ങൾ അങ്ങനെയല്ല ചിന്തിച്ചത്. എൻ്റെ ദാസനായ ജോബ് പ്രാർത്ഥിച്ചാൽ നിങ്ങളെ അനുഗ്രഹിക്കാം. 10-ാം വചനം. ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു, അവിടുന്നത് ഇരട്ടിയായിട്ട് കൊടുത്തു. ജോബ് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടി പങ്കായിട്ട് തിരിച്ചു കൊടുത്തു. ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടി പങ്കായിട്ട് തിരിച്ചു കൊടുക്കുന്ന ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 61-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ലജ്ജിതരായിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കും. നിങ്ങളുടെ അപമാനം ഞാൻ എടുത്തു മാറ്റും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. അവിടെ പറയുക, ഇരട്ടി ഓഹരി നിങ്ങൾക്ക് ഞാൻ തരും. നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. ഇരട്ടി പങ്ക് നൽകി അനുഗ്രഹിക്കുമെന്ന് ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം ഉറപ്പ് നൽകുകയാ. നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. നീ തകർന്നു വീണ നിന്റെ ദേശത്ത് കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് ഉയർത്താനായിട്ട് പോകുക. നിന്റെ ശത്രുവിന്റെ മുൻപിൽ കർത്താവ് നിനക്ക് വിരുന്നൊരുക്കാൻ പോകുക. നീ എവിടെ പരാജയപ്പെട്ടോ അവിടെ കർത്താവ് നിന്നെ ഉയർത്താനായിട്ട് പോകുക. എവിടെ നീ തോറ്റോ അവിടെ നിന്നെ വിജയത്തിന്റെ ചവിട്ടുപടിയിലേക്ക് കർത്താവ് ഉയർത്താനായിട്ട് പോകുക. ഉറപ്പാണ്, തകർന്നു വീണവരെ കർത്താവ് എഴുന്നേൽപ്പിക്കാനായിട്ട് പോകുക. ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയായിട്ട് മാറാനായിട്ട് പോകുക. തകർന്ന ജീവിതത്തെ കർത്താവ് പണിതുയർത്തും. ഇരട്ടി പങ്ക്, നഷ്ടപ്പെട്ടത് മുഴുവൻ കർത്താവ് തരും. നീ എവിടെ ആരുടെ മുൻപിൽ ലജ്ജിക്കേണ്ടി വന്നോ, നിന്റെ ജോലി സ്ഥലത്ത്, നിന്റെ ഗ്രാമത്തിൽ, നിന്റെ പട്ടണത്തിൽ എവിടെ നിനക്ക് ലജ്ജിക്കേണ്ടി വന്നോ അവിടെ നിന്നെ കർത്താവ് എഴുന്നേൽപ്പിച്ചു നിർത്താൻ പോകുക. നിന്റെ കാലുകൾക്ക് ബലം നൽകി, നട്ടലിന് ബലം നൽകി, അഭിമാനത്തോടെ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ചു നിർത്താനായിട്ട് പോകുക. ഇരട്ടി പങ്ക് തരുമെന്ന് കർത്താവ് വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇരട്ടി പങ്ക് തരും. എല്ലാം നഷ്ടപ്പെട്ട ജോബിന് ഇരട്ടി പങ്ക് കൊടുത്ത ദൈവം ഇന്നും ജീവിക്കുന്നു. അവന്റെ പുത്രനായ യേശു ക്രിസ്തു വഴി സകല നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് ഇന്ന് വാരിക്കോരി നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാ.
ഒരു നിമിഷം ഒന്ന് കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ. കർത്താവേ, ഇരട്ടി പങ്ക് അനുഗ്രഹം നൽകണമേ, അഭിഷേകം നൽകണമേ, അനുഗ്രഹിക്കണമേ. ശക്തമായ സ്തുതി ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തില് 9:12 പറയുന്നു, പ്രത്യാശയുടെ തടവുകാരെ, പ്രത്യാശയുടെ തടവുകാരെ, ഞങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങി വരിക. ഞങ്ങളുടെ രക്ഷാദുർഗം അത് യേശുക്രിസ്തുവാ. യേശുക്രിസ്തു മാത്രമാണ് രക്ഷകൻ, അവിടുന്ന് മാത്രമാണ് കർത്താവ്. ആ രക്ഷാദുർഗത്തിലേക്ക് നീ മടങ്ങി വരിക. ഇരട്ടി പങ്ക് മടക്കി തരുമെന്ന് ദൈവമായ കർത്താവ് പ്രഖ്യാപിക്കുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ടവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ, ജീവിതം തകർന്നവർ, കൈകൾ ശൂന്യമായവർ, ജീവിതത്തിൽ എല്ലാം തീർന്നുവെന്ന് വിചാരിക്കുന്നവർ, നീ രക്ഷാദുർഗമായ ക്രിസ്തുവിലേക്ക് തിരിച്ചു വരിക. നഷ്ടപ്പെട്ടതെല്ലാം, അനുഗ്രഹങ്ങൾ, സമ്പത്ത്, കൃപാവരങ്ങൾ, അഭിഷേകം ഇരട്ടി പങ്കായിട്ട് തിരിച്ചു തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പറയുക, ഇരട്ടി പങ്കായിട്ട് ഞാനത് തിരിച്ചു തരുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രഖ്യാപനമാണ് ഇരട്ടി പങ്ക് തിരിച്ചു തരുമെന്ന്. അവിടുത്തെ വചനത്തിന്, അവിടുത്തെ വാക്കുകൾക്ക് വ്യത്യാസമില്ല. ജോബിനോട് പറഞ്ഞു, ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു തന്നു. ജോബിന് ഇരട്ടി തിരിച്ചു കൊടുത്തു. അതിന് കെട്ടുകൊടുക്കുക. ഇത്രയും സംഭവിച്ചപ്പോൾ ജോബിനെ അകന്നു പോയവരെല്ലാവരും, കുടുംബക്കാരും ബന്ധുക്കളൊക്കെ ജോബിൻ്റെ വീട്ടിൽ വന്നു. വന്നിട്ട് അവർ ഓരോ സ്വർണ്ണ നാണയം കൊടുത്തു, നല്ല വാക്കുകൾ പറഞ്ഞു, ജോബിനെ ആശ്വസിപ്പിച്ചു, പണം കൊടുത്തു എന്നൊക്കെയാണ് ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം എല്ലാവർക്കും സ്നേഹമായി. പലപ്പോഴും നമുക്കറിയാമല്ലോ, ജീവിതത്തിൽ സമ്പത്ത് നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് വരുമ്പോൾ എല്ലാവരും പോകും. സമ്പത്തുള്ളപ്പോൾ എല്ലാവരും കൂടെ കാണും. ഇതാണ് ലോകത്തിൻ്റെ ഒരു സ്ഥിതി. അതാണ്. തുടർന്ന് 12-ാം വചനം പറയുന്നു, കർത്താവ് അവൻ്റെ ശേഷിച്ച ജീവിതം മുമ്പിലത്തേതിനേക്കാൾ ധന്യമാക്കി. ശേഷിച്ച ജീവിതം മുമ്പിലത്തേതിനേക്കാൾ ധന്യമാക്കി. ഹല്ലേലൂയ. വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് ജോബിനെ ദൈവം ഉയർത്തുകയാണ്. അതിന് വ്യക്തമായ തെളിവ് വചനം പറയുന്നു. അവന് 14,000 ആടുകൾ, 6,000 ഒട്ടകങ്ങൾ, 1,000 കാളകൾ, 1,000 പെൺകഴുതകൾ ഉണ്ടായി. ഇഷ്ടം പോലെ സമൃദ്ധി, അനുഗ്രഹം വാരിക്കോരി കൊടുത്തു. 7 പുത്രന്മാരും 3 പുത്രിമാരും ജോബിന് ജനിച്ചു. മൂത്തവൾ ജമീമ, രണ്ടാമത്തവൾ കെസിയ, മൂന്നാമത്തവൾ കേരൻ ഹപ്പുക്ക്. ജോബിൻ്റെ പുത്രിമാരെ പോലെ സുന്ദരികളായ സ്ത്രീകൾ ആ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. എന്താ കർത്താവ് ചെയ്തത്? നമ്മൾ വായിച്ചു, ജോബിന് മക്കളെല്ലാവരും മരിച്ചു പോയിരുന്നു. ആ ഭാര്യയിൽ തന്നെ ജോബിന് വീണ്ടും 10 മക്കൾ ജനിക്കുകയാ. 10 മക്കളെ കൊടുത്തു. 7 ആണ്, 3 പെണ്ണ്. ജോബിൻ്റെ പെൺകുട്ടികൾ ആ ദേശത്തെ ഏറ്റവും സുന്ദരികളായിരുന്നു. സമ്പത്തിൻ്റെ സമൃദ്ധി, മക്കളുടെ സമൃദ്ധി വാരിക്കോരി കർത്താവ് കൊടുത്തു. ഓരോ കുടുംബത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് മക്കളുടെ സമൃദ്ധി. ജെറമിയ 29:6, നിങ്ങൾ വിവാഹം കഴിക്കണം. കർത്താവിൻ്റെ കൽപ്പനയാ. നിങ്ങൾ വിവാഹം കഴിക്കണം, നിങ്ങൾക്ക് മക്കൾ പിറക്കണം, അവരെ വിവാഹം കഴിപ്പിക്കണം, അവർക്ക് മക്കൾ പിറക്കണം. നിങ്ങളുടെ സംഖ്യ കുറയരുത്, നിങ്ങൾ പെരുകണം. നിങ്ങളുടെ സംഖ്യ കുറയരുത്, നിങ്ങൾ പെരുകണം. മക്കളുടെ സമൃദ്ധി അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാ. ശുശ്രൂഷ രംഗത്ത് ഉള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ഇപ്പോൾ 8 ആൺമക്കളുണ്ട്. എൻ്റെ ഒരു സ്നേഹിതനാണ്. 8 ആൺകുഞ്ഞുങ്ങൾ. അദ്ദേഹത്തിൻ്റെ പെങ്ങൾക്ക് 14 മക്കളുണ്ട്. ഇപ്പോൾ 15ാമത് ആ സഹോദരി ഗർഭിണിയാണ്. ഈ 15 മക്കളുടെ അപ്പൻ ഒരു ഡോക്ടറാണ്. ഹല്ലേലൂയ. മക്കളുടെ സമൃദ്ധി. എത്രയോ പേർക്ക് 7-8 മക്കൾ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളുടെ സമൃദ്ധി അത് അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി തന്നെയാണ്. വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രങ്ങൾ ഈ രാത്രി കർത്താവ് സ്പർശിക്കാൻ പോകുകയാണ്.
ഉറപ്പാണ്. വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രങ്ങളെ ഇന്നത്തെ ആരാധന കർത്താവ് തൊടും. മക്കൾ പിറക്കും. മക്കൾ ദൈവത്തിൻ്റെ ദാനമാ. ജോബിന് മക്കളെ നഷ്ടപ്പെട്ടു. ഇതാ 10 മക്കളെ കൊടുത്തു ജോബിനെ വീണ്ടും ദൈവം അനുഗ്രഹിക്കുക. ഇനി ജോബ് എന്ന അപ്പൻ്റെ വലിയ ഒരു വിശാല മനസ്സിൻ്റെ ഒരു വചനം കൂടി നമ്മൾ കാണുകയാണ്. പിതാവ് അവർക്കും സഹോദരന്മാർക്കൊപ്പം അവകാശം കൊടുത്തു. പുത്രിമാരെല്ലാം സുന്ദരികളായിരുന്നു. അടുത്ത് പറയുക, പിതാവ് ജോബ് പുത്രന്മാർക്ക് കൊടുത്തതിൻ്റെ ഒപ്പം അവകാശം പെൺമക്കൾക്ക് കൊടുത്തു. നല്ല കാര്യം അത്. ആൺമക്കളെയും പെൺമക്കളെയും ഒരേ കണ്ണുകളിലൂടെ കാണുന്ന ഒരു പിതാവ് ആൺമക്കൾക്ക് എന്തേറെ വീതം കൊടുത്തോ അത്ര വീതം പെൺമക്കൾക്ക് കൊടുക്കുക. അങ്ങനെ തന്നെ വേണം. ഒരിക്കലും മക്കളെ നമ്മൾ വേർതിരിക്കാൻ പാടില്ല. അത് തെറ്റ് തന്നെയാണ്. എല്ലാ മക്കളും ആണും പെണ്ണും എല്ലാം അവരനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. മാതാപിതാക്കളുടെ ഹൃദയത്തിൽ എപ്പോഴും ആ ഒരു ചിന്തയുള്ളത് ഒത്തിരി നല്ലതാണ്. ആൺമക്കൾക്ക് കൂടുതൽ കൊടുക്കുക, അല്ല ചില കുടുംബത്തിൽ പെൺമക്കളോടാണ് സ്നേഹം. അതൊന്നും പാടില്ല. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കണം. വീതം വെക്കുമ്പോൾ ഒരുപോലെ കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ജോബ്. തുടർന്ന് പറയുന്ന, അതിനുശേഷം ജോബ് 140 വർഷം ജീവിക്കുകയും മക്കളും മക്കളുടെ മക്കളുമായി 4 തലമുറ വരെ കാണുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കൂ, സഹനത്തിൽ വെന്തുനേറിയ മനുഷ്യൻ, ദൈവത്തെ ദുഷിക്കാതിരുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ സകല നന്മകളും വാരിക്കോരി കൊടുക്കുന്ന ദൈവം. ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവൻ നിങ്ങളുടെ മടിയിലേക്ക് ഇട്ടുതരും. അമർത്തിക്കുലുക്കി നിറച്ചു തരുന്നവൻ തന്നെയാണ് നമ്മുടെ ദൈവം. അനുഗ്രഹം, സമൃദ്ധി, സമ്പത്ത്, കൃപാവരങ്ങൾ, നന്മകൾ, മക്കൾ എല്ലാം സമൃദ്ധമായിട്ട് തരുന്നവനാ എൻ്റെ ദൈവം. തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഹല്ലേലൂയ. വേണ്ടത് എല്ലാം നൽകുന്നവൻ തന്നെയാണ് ദൈവം. അവൻ്റെ കൈവശം ഒന്നിനും കുറവില്ല. ജോബ് ദീർഘായുസോടെ ജീവിച്ചു. 140 വർഷം ജീവിച്ചു. എന്തൊരു ഭാഗ്യമല്ലേ. മക്കള്, കൊച്ചുമക്കൾ, അവരുടെ മക്കള്, 4 തലമുറയുള്ള കുഞ്ഞുങ്ങളെ കാണാൻ, പേരക്കുട്ടികളെ കൊടുത്ത് താലോലിക്കാൻ, ഉമ്മ കൊടുക്കാനൊക്കെ ഉള്ളൊരു വലിയ ഭാഗ്യം ജോബിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുകയാണ്. അങ്ങനെ പൂർണ്ണായുസ് പ്രാപിച്ച് വൃദ്ധനായി സമാധാനത്തോടെ ജോബ് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. അപ്പോൾ ജീവിതത്തിൽ ദൈവം സഹനം മാത്രം അനുവദിക്കുന്നതിനാണോ? അല്ല, സഹനമുണ്ടാവും. ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സഹനമുണ്ടാവും. മനുഷ്യനാണോ നിന്റെ ജീവിതത്തിൽ മാനസികമായോ ശാരീരികമായോ സഹനങ്ങൾ ഉണ്ടായിരിക്കും. സഹനമില്ലാതെ ഒറ്റ മനുഷ്യന് പോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്നെങ്കിലും സഹനങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ 12 മുതലുള്ള വചനങ്ങൾ 15 വരെ ജോബിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കപ്പെട്ട വചനമാണിത്. നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങൾ പുലർത്തും. ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും വചനങ്ങളും നീ അനുസരിച്ചാൽ ദൈവത്തിൻ്റെ കരുണ നിന്റെ മേലൊഴുകും. ദൈവം തൻ്റെ ഉടമ്പടി പാലിക്കും. തുടർന്ന് പറയുന്നു, അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. 3 കാര്യങ്ങൾ. അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കും, അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും, അവിടുന്ന് നിങ്ങളെ വർദ്ധിപ്പിക്കും. ദൈവത്തിൻ്റെ അവസാനിക്കാത്ത സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകും. ഒരിക്കലും ആർക്കും തടയാനാവാത്ത വിധം അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ അവിടുന്ന് ഉയർത്തും. ഹല്ലേലൂയ. അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും. എന്താണ് വർദ്ധിപ്പിക്കുന്നത്? നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കർത്താവ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ മക്കള്, സമ്പത്ത്, നിന്റെ ജീവിത വഴികള്, ആത്മീയ ശുശ്രൂഷകള്, എല്ലാ മേഖലകളിലും ഒരു വർധനവ്, ഉയർച്ച, അഭിവൃദ്ധി നിനക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് തരുമെന്ന് അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള നാട്ടിൽ നിങ്ങളെ സന്താന പുഷ്ടിയുള്ളവരാക്കും. ഉണ്ടോ? അടുത്ത വാഗ്ദാനമാണ്, നിങ്ങളെ
സന്താനപുഷ്ടി കൊണ്ട് നിറയ്ക്കും, മക്കളെ തന്ന് അനുഗ്രഹിക്കും. നിങ്ങളുടെ ഭൂമി ഫലപുഷ്ടി ഉള്ളതായിരിക്കും. ധാന്യം, വീഞ്ഞ്, എണ്ണ, കന്നുകാലികൾ, ആട്ടിൻപറ്റം എന്നിവയെ അവിടുന്ന് ആശീർവദിക്കും. ജോബിന്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചില്ലേ? ഈ വചനം അതേപടി ജോബിന്റെ ജീവിതത്തിൽ മാംസം ധരിച്ചു. നഷ്ടപ്പെട്ടതെല്ലാം വർദ്ധിപ്പിച്ചു കൊടുത്തു, അനുഗ്രഹിച്ച് ഉയർത്തി. എല്ലാം നഷ്ടപ്പെട്ട നാട്ടിൽ, ലജ്ജിച്ച നാട്ടിൽ, തകർന്ന നാട്ടിൽ ജോബ് ശിരസ്സുയർത്തി നിന്നു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. കർത്താവ് നിന്നെ ലജ്ജിക്കാൻ അനുവദിക്കത്തില്ല, നിന്നെ തകർന്നു പോകാൻ അനുവദിക്കത്തില്ല. നീ പരാജയപ്പെട്ടിടത്ത് യേശു നിന്നെ എഴുന്നേൽപ്പിച്ചു നിർത്തും. ഹല്ലേലൂയ. അതിന് ഒരു മാറ്റവുമില്ല. ഇത് ഉറപ്പേറിയ വചനത്തിൻ്റെ ഉറപ്പ് തന്നെയാണ്. വീണ്ടും പറയുന്നു 14-ാം വചനം, നിങ്ങൾ മറ്റെല്ലാ ജനതകളെക്കാൾ അനുഗ്രഹീതരായിരിക്കും. മറ്റെല്ലാ ജനതകളെക്കാൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. നിങ്ങൾക്കോ നിങ്ങളുടെ കന്നുകാലികൾക്കോ വന്ധ്യത ഉണ്ടാവത്തില്ല. നിങ്ങളുടെ ഇടയിൽ വന്ധ്യത, മൃഗങ്ങൾക്ക്, മനുഷ്യർക്ക് വന്ധ്യത ഉണ്ടാവത്തില്ല. തീരുന്നില്ല. 15-ാം വചനം പറയുന്നു, കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും നീക്കിക്കളയും. ഈ 4 വചനത്തിൽ എത്ര അനുഗ്രഹമാണ് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും, കരുണ കാണിക്കും, സ്നേഹം ചൊരിയും, ഉടമ്പടി പാലിക്കും, നിനക്കുള്ളതെല്ലാം എല്ലാറ്റിനെയും അനുഗ്രഹിക്കും, ആശീർവദിക്കും, സന്താനപുഷ്ടി നൽകും, രോഗങ്ങൾ മാറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ വചനങ്ങൾ ഏറ്റെടുക്കണം. ഹൃദയത്തിൽ വചനങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. ഈ വിശുദ്ധ ബൈബിളിലെ ഓരോ വചനങ്ങളും ദൈവത്തിൻ്റെ വാക്കാ. ദൈവത്തിൻ്റെ വാക്കിന് മാറ്റമില്ല. മാറ്റമില്ലാത്തവൻ എനിക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യുമെന്ന് കണ്ണുമടച്ച് വിശ്വസിക്കണം. കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരും. നമ്മൾ പലരും എപ്പോഴും സഹനം, തകർച്ച, പരാജയം, ഇതേക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന നിർത്തണം. നമ്മുടെ വാഗുണ്ട് സഹനം സംസാരിക്കുന്ന നിർത്തണം. സഹനം വരട്ടെ, അത് നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുത്ത് സഹിക്കാം. അതെപ്പോഴും എനിക്ക് സഹനമാണ് ദൈവം തരുന്നത്, എനിക്ക് സഹനമേ ഉള്ളൂ, തോൽവിയേ ഉള്ളൂ, പരാജയമുള്ളൂ എന്ന് നമ്മുടെ വാഗുണ്ട് പറഞ്ഞ് നമ്മുടെ അനുഗ്രഹത്തെ നമ്മൾ തകർത്ത് കളയുന്നു. സഹനം വരുമ്പോൾ നമ്മൾ പറയണം, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചുയർത്തും. എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തീർന്നു, കൈവശം ഒന്നുമില്ലാത്തപ്പോഴും നമ്മൾ പറയണം, എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ശൂന്യതയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയവൻ എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് കണ്ണുമടച്ച് ഹൃദയത്തിൽ വിശ്വസിക്കാൻ നീ തയ്യാറുണ്ടോ? നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാനായിട്ട് പോകുക. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. ജോബിൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ കേട്ട് താലോലിച്ച് നമ്മൾ കടന്നു പോകാതെ ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം മനസ്സിരുത്തി വായിക്കണം. എന്നിട്ട് പറയണം, കർത്താവേ, ജോബിൻ്റെ സഹനത്തിൽ നീ ശക്തിപ്പെടുത്തി, ജോബിനെ അനുഗ്രഹിച്ചുയർത്തിയതുപോലെ എൻ്റെ സഹനങ്ങൾക്കപ്പുറം അനുഗ്രഹിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമെന്ന് കരമുയർത്തിപ്പിടിച്ചു നിലവിളിച്ചു നീ എന്ന് പ്രാർത്ഥിച്ചേ. നിന്നെ അനുഗ്രഹിക്കാൻ കർത്താവ് ഒരുക്കമാണ്. എന്താ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം? ഞാൻ പറയും, ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കുന്നതാണ്. യേശുവിനെ എൻ്റെ രക്ഷകനായി, നാഥനായി എൻ്റെ ഹൃദയത്തിൻ്റെ സ്വന്തമാക്കി കഴിയുമ്പോൾ എനിക്കെല്ലാമായി. ഞാൻ സമ്പന്നനാ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. യേശു എൻ്റെ കൂടെയുണ്ടോ? എനിക്ക് വേണ്ടതെല്ലാം അവിടുന്ന് തരും. ഒന്നിനും കുറവുണ്ടാവത്തില്ല. എൻ്റെ ടീമിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകന്, ഒരു പാവൻ സഹോദരൻ കേട്ടോ, ഒരു പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഭാര്യ, മക്കളുണ്ട്, 2 മക്കള്. മോള് ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, അവൾക്ക് വിവാഹാലോചനയൊക്കെ ആയി. മകളെ കെട്ടിക്കാൻ ഒറ്റ പൈസ പോലും കയ്യില്ല. ഈ മനുഷ്യന് നമ്മുടെ ധ്യാനങ്ങളിൽ സഹായിക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥനയാണ് പ്രധാനമായിട്ട്. പിന്നെ അടുക്കളയിൽ പണിയാനൊക്കെ സഹായിക്കും. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞ ആഴ്ച നടന്നു. ഒരു അത്ഭുതമായിരുന്നു. വീടൊക്കെ പൊളിഞ്ഞു കിടക്കായിരുന്നു. ആരൊക്കെയോ സഹായിച്ചു, വീടിൻ്റെ കാര്യങ്ങളൊക്കെ ആയി. പെണ്ണിന് സ്ത്രീധനം കൊടുക്കാനുള്ള പൈസ മുഴുവൻ ദൈവം ക്രമീകരിച്ചു കൊടുത്തു. എന്നോട് പറഞ്ഞു, ഒറ്റ
ഒരൊറ്റ പൈസ പോലും കടമാറ്റിയില്ല. നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മകളെ വിവാഹം കഴിച്ചു. ആര് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടോ അവർക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. കർത്താവ് നീ തകർന്നു പോകാൻ അനുവദിക്കത്തില്ല. നിന്നെയും നിന്റെ കുടുംബത്തെയും മക്കളെയും തലമുറകളെയും അനുഗ്രഹിച്ച് 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 കർത്താവ് ഉയർത്തും. ജോബിൻ്റെ സഹനങ്ങൾ മാത്രം ധ്യാനിച്ച് ധ്യാനിച്ച് കണ്ണുനീരോടെ ജീവിക്കാതെ ജോബിൻ്റെ മേൽ ചൊരിയപ്പെട്ട അനുഗ്രഹം ഇനി നമുക്ക് ധ്യാനിക്കാം. സഹനങ്ങളെ ഓർത്ത് നന്ദി പറയാം. കർത്താവ് നിങ്ങളെല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരാധനയിൽ വളരെ സജീവമായിട്ട് പങ്കുചേരാം. നമ്മുടെ വേദനകളും കണ്ണുനീരൊക്കെ സമർപ്പിച്ച് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. ഉറച്ചൊന്ന് വിശ്വസിക്കുക, എൻ്റെ കർത്താവ് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും. ആമേൻ.